അപ്പനുണ്ടായിട്ടും അപ്പൻ നഷ്ടപ്പെട്ട ജീവിതങ്ങൾ എത്ര കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? അമ്മയുണ്ടായിട്ടും അമ്മയില്ലാത്ത പോലെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ. നാളൊരു കുട്ടി പങ്കുവച്ചു, 3 കിലോമീറ്റർ അപ്പുറം എൻ്റെ അപ്പൻ ഇപ്പോഴത്തെ കല്യാണം കഴിച്ച ആ ഭാര്യയിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ബൈക്കിൽ പോകുന്നത്, കാറിൽ പോകുന്നത് ഞാൻ കാണാറുണ്ട്. ഞാനും എൻ്റെ അമ്മയും ഒറ്റയാണ്. ഞങ്ങളെ ബൈക്കിൽ കൊണ്ടുപോകാൻ ആരുമില്ല. ആ പിഞ്ചു ഹൃദയം വേദനിക്കുക പ്രിയപ്പെട്ടത്. ആ നിഷ്കളങ്ക ഹൃദയം കണ്ണീരൊഴുക്കുക. എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു ആ ചെറുക്കൻ. കൊച്ചു പയ്യനാ. പപ്പയ്ക്ക് ഇഷ്ടമില്ല, അമ്മേനെയും എന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് പപ്പ വേറെ അപ്പുറത്ത് ജീവിക്കുക, 3 കിലോമീറ്റർ അപ്പുറം. സ്നേഹമുള്ള ദൈവമക്കളെ, അനേകം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ തീക്കനൽ കത്തിക്കുന്നൊരു പ്രക്രിയയാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടോ, കൊച്ചു ക്ഷമിക്കപ്പെടാവുന്ന സംഗതികളുണ്ടോ, വിട്ടുകളെ. സ്നേഹമുള്ളവരെ, വിട്ടുകളെ. നീ നിൻ്റെ ഭാര്യയിൽ തന്നെ ആനന്ദം കണ്ടെത്ത്. നീ നിൻ്റെ ഭർത്താവിൽ തന്നെ സന്തോഷം കണ്ടെത്ത്. ദൈവം അതുകൊണ്ടല്ലേ യോജിപ്പിച്ച്, അതുകൊണ്ടല്ലേ ദൈവം ഒന്നിപ്പിച്ച്. സ്നേഹമുള്ള ദൈവമക്കളെ, ഇവിടെ എങ്ങനെയൊക്കെയോ ജീവിച്ചു, കഷ്ടപ്പെട്ട് പാടുപെട്ട് സ്വർഗത്തിലും ആ ഒരു വലിയ സന്തോഷം അനുഭവിക്കാൻ ദൈവം വിളിക്കുക. അതുകൊണ്ട് സ്നേഹബഹുമാന ജനമേ, ഞാൻ ഉപദേശിക്കല്ല, ഞാൻ ആരും തിരുത്തല്ല. അനേകരുടെ വേദനയും കണ്ണുനീരും കണ്ട് കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ വർഷങ്ങളായിട്ട് ദൈവവചനം പ്രസംഗിക്കാം. ഒത്തിരി മക്കളുടെ നിലവിളിയുടെ സ്വരം, ഒത്തിരി മക്കൾ ഉറക്കമില്ല, ഒത്തിരി മക്കൾ ഡിപ്രഷൻ മൈൻഡിലേക്ക് പോവാം. എന്താ കാരണം? ജീവിത പങ്കാളി കൈവിട്ടു, ജീവിത പങ്കാളി ഉപേക്ഷിച്ചു. നല്ല സ്നേഹത്തിലായിരുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച ആ സ്നേഹം അയവിറക്കിക്കൊണ്ട് ഇപ്പോഴും ദുരിതപൂർണമായ ജീവിതം ജീവിച്ചു തീർക്കുന്ന അനേകരുണ്ട്. പ്രിയമക്കളെ, നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. അവർ വീണ്ടും ഒന്നിക്കട്ടെ, വഴക്കുകൾ അവസാനിക്കട്ടെ, യോജിപ്പിച്ച കർത്താവ് സന്തോഷിക്കട്ടെ, യോജിപ്പിച്ച ദൈവം ആനന്ദിക്കട്ടെ. അപ്പോൾ ദൈവം പറയും, നോക്ക്, ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ ഒരു മകളെ ഏൽപ്പിച്ചു, ഇതാ എൻ്റെ മകളുടെ കയ്യിൽ ഒരു മകനെ ഏൽപ്പിച്ചു. എനിക്ക് നിന്നെ വിശ്വാസമുള്ളതുകൊണ്ട് നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തന്നെ. നീ അത് മരണം വരെ വിശ്വസ്താപൂർവ്വം കൊണ്ട് നടക്കണം. നീ സ്നേഹിക്കണം, നീ പരസ്പരം ആദരിക്കണം. നിങ്ങളിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളും അഭിഷേകം പ്രാപിക്കട്ടെ. ഇന്നാളൊരു സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ ഫുട്പാത്തിൽ കിടന്നുറങ്ങിക്കോളാം, പട്ടിണി കിടന്നോളാം, ഞങ്ങൾ എന്ത് പ്രശ്നവും തരണം ചെയ്തോളാം, ഏത് കഷ്ടപ്പാടും സ്വീകരിച്ചോളാം, പക്ഷെ ജീവിത പങ്കാളിയുടെ സ്നേഹം വേണം. എൻ്റെ പിതാവ് എന്ന് നീ എന്നെ വിളിക്കുമെന്നും നീ എൻ്റെ മാർഗം പിന്തുടരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ഇസ്രായേൽ ഭവനമേ, ശ്രവിക്കുക, അവിശ്വസ്തയായ ഭാര്യ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച പോലെ നീയും എന്നെ ഉപേക്ഷിച്ചു. സ്നേഹബഹുമാന ജനമേ, ഇന്ന് ഈ ലോകത്തിൽ ദമ്പതികൾ ഒത്തിരി പേര് നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറേ കുടുംബങ്ങൾ എനിക്കറിയാം. അതുപോലെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന നിങ്ങളുടെ എല്ലാ കുടുംബങ്ങൾ, ഒത്തിരി പേര് വളരെ വിശുദ്ധിയിലാണ്. എന്നാൽ ചില കുടുംബങ്ങൾ തകർന്നിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് പുറമെ ആർക്കും അറിയില്ല, അത് പരസ്പരം ആരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ തകർന്ന കുടുംബങ്ങളെന്ന് ഒത്തിരിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാട്ടുന്ന ഭവനങ്ങൾ, ദൈവം യോജിപ്പിച്ചത് വേർപെടുത്താതെ, ഒരു ചെറിയ ചിന്തകൾ കൊണ്ടുപോലും വേർപെടുത്താത്ത മനുഷ്യർ. എന്നാൽ ചിലർ ബലഹീനതയിൽ പെട്ടുപോയിട്ട് അവിശ്വസ്തത കാണിക്കുന്നവർ. ദൈവം തന്നെ ഉപേക്ഷിക്കുന്ന, തന്നോട് അവിശ്വസ്തത കാണിക്കുന്ന ആ സ്വഭാവത്തെക്കുറിച്ച് കർത്താവ് ഉപമിച്ചത് അവിശ്വസ്തയായ ഭാര്യ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന പോലെ. ഇത് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ ഇതാ ആ കുടുംബത്തിൽ വലിയ അസ്വസ്ഥതയെ പ്രിയപ്പെട്ടവർ, സമാധാനമില്ല. എന്തിനങ്ങനെ ജീവിക്കുന്നത്? ചത്തുപോയെങ്കിലോ? ഇന്ന് അനേകം കുടുംബങ്ങൾ കണ്ണുനീരും കൈയായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പല രാജ്യങ്ങളിലും പല സ്ഥലത്തൊക്കെ പോകുന്ന വ്യക്തിയാണ്. എനിക്കറിയാം സ്നേഹമുള്ളവർ, ഒത്തിരി കുടുംബങ്ങൾ തീരാ ദുഃഖമായിട്ട് കഴിയുന്നുണ്ട്, അവിശ്വസ്തതയുടെ പര്യായമായിട്ട്. ദൈവം എന്താ പറഞ്ഞ്? എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും നീ എൻ്റെ മാർഗം പിന്തുടരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ഇസ്രായേൽ ഭവനമേ, ശ്രവിക്കുക, അവിശ്വസ്തയായ ഭാര്യ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച പോലെ, അവിശ്വസ്തനായ ഭർത്താവ് തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച പോലെ നീയും എന്നെ ഉപേക്ഷിച്ചു. നീ എന്നാണ് തിരിച്ചു വരിക?
ഒരു വലിയ വേദനയുടെ ഒരു സന്ദേശം ഇത് പ്രിയമക്കളെ. അനേകം കുടുംബങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ അനേകം കുടുംബങ്ങൾ തകർന്നു കിടക്കുക, ചീത്ത ബന്ധങ്ങളിൽപ്പെട്ട് പരസ്പരം ചിലപ്പോൾ അതൊന്ന് മനസ്സിലാക്കി അറിഞ്ഞു ആ ഭർത്താവ് ചീത്ത ബന്ധത്തിലാണ്, ഭാര്യ അശുദ്ധിയിലുണ്ട്, ആ കുടുംബത്തിൽ ഉറക്കമില്ലാത്ത അനേകം വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. കൺമുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്ന ദൈവമക്കളെ കണ്ടിട്ടുണ്ട്. വലിയ വേദനയാണ് അവർക്ക്, സഹിക്കാൻ പറ്റില്ല. ദൈവം ഈ വേദനയെ ഉപമിച്ചത് അതാ. ഒരു ഭാര്യ ഭർത്താവിനോട് അവിശ്വസ്തത കാട്ടുമ്പോൾ, ഒരു ഭർത്താവ് ഭാര്യയോട് അവിശ്വസ്തത കാട്ടുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു നീറ്റലാണ് പ്രിയപ്പെട്ടവരെ. എന്തിനങ്ങനെ ജീവിക്കുന്നത്? അത് സഹിക്കാൻ പറ്റില്ല പ്രിയമക്കളെ. എന്ത് കുറവും പരിഹരിക്കാം, ഏത് ഇല്ലായ്മയും സ്വീകരിച്ചോളാം. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആ കുടുംബത്തിന് താങ്ങാൻ പറ്റില്ല. ആ കുടുംബം ഛിന്ന ഭിന്നമായി പോവാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക, കൈകൾ കൂപ്പാം. കർത്താവിനെ മനസ്സിലോർത്ത്, ദൈവമേ, മധുബഹയുടെ മുമ്പിൽ വെച്ച് അഭിഷിക്തൻ്റെ സാന്നിധ്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ച് നിൻ്റെ മക്കളായ ഞങ്ങൾ പലരും സത്യം ചെയ്തു ഏതവസ്ഥയിലും ജീവിത പങ്കാളിയെ സ്വീകരിക്കാമെന്ന്. ആ സത്യം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ദൈവമേ. ഞങ്ങളിതാ തിരിച്ചു വരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. മരണം വരെ വിശ്വസ്തയോടെ വ്യാപരിക്കാനുള്ള അഭിഷേകം തരണമേ. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും നീ എൻ്റെ മാർഗം പിന്തുടരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ഇസ്രായേൽ ഭവനമേ, ശ്രവിക്കുക. അവിശ്വസ്തയായ ഭാര്യ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച പോലെ നീയും എന്നെ ഉപേക്ഷിച്ചു. മാപ്പ് തരണേ കർത്താവേ. യോജിപ്പിച്ചവൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ. അങ്ങാണല്ലോ യോജിപ്പിച്ചത് ദൈവമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ കുടുംബം തിരുകുടുംബമായിട്ട് മാറട്ടെ. ഇന്ന് ഈ വീഡിയോയിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, തിരുകുടുംബമാക്കി മാറ്റണം. അപ്പോസ്തല പ്രവർത്തനം 16:34 ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും അവൻ്റെ കുടുംബവും അത്യധികം ആനന്ദിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവൻ്റെ കുടുംബവും അത്യധികം ആനന്ദിച്ചു. നമുക്ക് ആനന്ദിക്കാം. കർത്താവിൽ വിശ്വസിച്ച്, കർത്താവ് നമ്മുടെ നാഥനാവട്ടെ, രക്ഷകനാകട്ടെ. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായിട്ട് എന്നും വീട്ടിലുണ്ടായിരിക്കട്ടെ. സകല വിശുദ്ധരും നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ആപ്പിൾ തോട്ടത്തിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണാമെന്നാണ് കേട്ടോ. UK എവിടെ ചെന്നാലും തിരുവചനത്തിനൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഏത് ആഡംബരവും ഏത് കാഴ്ചകൾ കാണാൻ പോയാലും എവിടെ ടൂറ് പോയാലും ഏതവസ്ഥയിലായാലും വചനം നിനക്ക് സമീപസ്ഥമായിരിക്കണം. അത് നിൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. അത് നിൻ്റെ ഹൃദയത്തിലും രൂപം കൊള്ളണം.